വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 37 മുതൽ 45 വരെ. ലൂക്കോസ് 9:37 മുതൽ. പിറ്റന്നാൾ അവർ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വളരെ ജനം യേശുവിനെ എതിരേറ്റു. ആ കൂട്ടത്തിൽ ഒരാൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഗുരു, എന്റെ പുത്രനെ കടാക്ഷിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവൻ എൻ്റെ ഏകപുത്രനാണ്. ഒരു ഭൂതബാധയുണ്ടായിട്ട് ഇവൻ പെട്ടെന്ന് നിലവിളിക്കുകയും പല്ലുകടിക്കുകയും നിരപുറപ്പെടുകയും ചെയ്യുന്നു. വളരെ വിഷമിപ്പിച്ച ശേഷമേ അത് കട്ടിച്ചായി വിട്ടുമാറുന്നുള്ളൂ. ഇവനെ സുഖപ്പെടുത്തുവാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അപേക്ഷിച്ചിട്ട് അവർക്ക് കഴിഞ്ഞില്ല. യേശു ഉത്തരമായി പറഞ്ഞു, അവിശ്വാസമുള്ള തലവരെ, ഞാൻ എത്ര കാലം നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളെ സഹിക്കുകയും ചെയ്യും. യേശു അവനോട്, നിന്റെ പുത്രനെ ഇവിടെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ബാലനെ കൊണ്ടുവരുമ്പോൾ ആ ഭൂതം അവനെ മറിച്ചിട്ട് വിഷമിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ വിലക്കുകയും ബാലനെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. എല്ലാവരും ദൈവത്തിന്റെ മഹിമയെ പറ്റി അത്ഭുതപ്പെട്ടു. യേശു ചെയ്തതിനെ പറ്റിയെല്ലാം എല്ലാവരും വിസ്മയിച്ചിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവീൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു. ഈ വചനം അവർ ഗ്രഹിച്ചില്ല. അവർ ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം അത് നിഗൂഢമായിരുന്നുവെങ്കിലും അതിനെക്കുറിച്ച് അവനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു. ശ്ലീവായ്ക്ക് ശേഷമുള്ള 4-ാമത്തെ ഞായറാഴ്ച നാളെ രാവിലെ വായിക്കേണ്ട വേദഭാഗം ഇപ്പോൾ വായിച്ചിരിക്കുന്നത്. സ്വല്പസമയം ഇരുന്ന് ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ശ്ലീവാ പെരുന്നാളിന് ശേഷം 4-ാം ഞായറാഴ്ച ഈ വേദഭാഗം വായിച്ചിട്ട് ഈ അത്ഭുതം പ്രവർത്തിച്ചവരാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ യേശു ചെയ്ത എല്ലാ പ്രവൃത്തിയും ചെയ്യുമെന്ന് യോഹന്നാന് ശേഷം 14-12 ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. യേശു സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുകൊണ്ട് അതിനേക്കാൾ വലിയത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്നാ ചെയ്യാനൊക്കാത്തത്? നമ്മൾ വിശ്വാസപ്രമാണം ഒരിക്കൽ കൂടെ ചെല്ലാൻ പോവുകയാണ്. വിശ്വാസം കടുമണി പോലെ ഉറപ്പുള്ളതാണെങ്കിൽ യേശു ചെയ്ത ഈ പ്രവൃത്തി നമുക്ക് ഇപ്പം ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ വലുതും ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ അവിശ്വാസമാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് കർത്താവ് ചെയ്യാൻ വന്ന അത്ഭുതങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നില്ല. അവിശ്വാസങ്ങളോട് യാത്ര പറയുവാൻ ഒരിക്കൽ കൂടെ പാവചന പ്രാർത്ഥന നടത്താൻ ഒരുങ്ങുകയാണെന്ന് കാര്യം ഓർമ്മിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 45 വരെയുള്ള ഏത് ഭാഗത്ത് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ ജനക്കൂട്ടം യേശുവിനെ എതിരേറ്റു. ആ ജനക്കൂട്ടത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഈ സങ്കേതത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആ യേശുവിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. യേശു ത്രോണോസിൽ ഉപേക്ഷനായിരിക്കുന്നു. ആ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മുടെ മക്കളുടെയും നമ്മുടെ വീടിൻ്റെയും നമ്മുടെ സഭയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും പ്രശ്നം പറയാൻ പോകാം. നിങ്ങൾ എഴുതി തന്നിരിക്കുന്ന എല്ലാം അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ യേശുവിനോട് പറഞ്ഞത് ഒരു പ്രശ്നം ഇതായിരുന്നു, പുത്രനെ കടാക്ഷിക്കണം. എന്താ പുത്രൻ്റെ പ്രശ്നം? എൻ്റെ ഏകപുത്രനാണ്, ഭൂതബാധയുണ്ടായിട്ട് അവനെ വളരെയധികം വിഷമിപ്പിക്കുന്നു. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് അന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. കർത്താവ്, ഞാൻ നിന്നോട് പറയുകയാണ്. അത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? ഇവനെ സുഖപ്പെടുത്തുവാൻ ഞാൻ ശിഷ്യന്മാരോട് അപേക്ഷിച്ചിട്ട് അവർ കഴിഞ്ഞില്ല. ഇങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യർ എന്ന നിലയിൽ ക്രിസ്ത്യാനികളായിട്ട് അറിയപ്പെടും. നമ്മളോട് പലരും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നടക്കാത്തതിൻ്റെ നാണംകേടിലാണ് ഇപ്പോൾ നമ്മുടെ നിൽക്കുന്നത്. നമ്മൾ അല്പവിശ്വാസികളായി പോയി, അവിശ്വാസികളായി പോയി, അന്ധവിശ്വാസികളായി പോയി. നമുക്ക് നമ്മുടെയോ നമ്മുടെ മക്കളുടെയോ നമ്മുടെ സഭയുടെയോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെയോ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. തോമാസ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമുക്ക് അന്നതാണ് ഈ സുവിശേഷം, ഈ വചനം, ഈ യേശുവിനെ. ആ തോമാസ് ഇന്ത്യയിൽ വന്ന് ആദ്യം ചെയ്തതായ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 75% ഇന്ത്യക്കാർ ക്രിസ്ത്യാനികളാകുമായിരുന്നു. ഇപ്പോൾ 2.5 ഉള്ളൂ. അതും വിഘടിച്ച് പല ഗ്രൂപ്പായി നിന്ന് തമ്മിൽ തല്ലി ദൈവനാമം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കർത്താവ് ദുഃഖിക്കുന്നു, തോമാസ് ദുഃഖിക്കുന്നു. അപ്പോൾ ഞാൻ മുഖാന്തരമാണ് ഈ യേശുവിൻ്റെ അത്ഭുതം നടക്കാത്തതെന്ന് ഞാൻ എന്നോട് പറയുന്നു. എൻ്റെ അവിശ്വാസം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി മൗനമായിട്ട് ഒരാഴ്ച മാറിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇപ്പോൾ വരുന്നത്. പല പുരോഹിതന്മാർ ഒന്നിച്ചുകൂടി ഒരു മലയിലിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാ പുരോഹിതന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ 3-4 അച്ഛന്മാരുടെ അടുത്ത് സംസാരിച്ചു. 3-4 ദിവസം വചനം വായിച്ചപ്പോൾ എനിക്ക് കുറ്റബോധം വന്നു. ഈ വായിച്ചതും പഠിപ്പിച്ചതും പറഞ്ഞതുമായ വചനം പൂർണ്ണമായി അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ എത്രയോ പേർ യേശുവിനെ കാണുമായിരുന്നു. അതുകൊണ്ട് വേറെ ആരെയും കുറ്റപ്പെടുത്താതെ ഞാൻ എന്നോട് തന്നെ ഈ തിരുവചനങ്ങൾ പ്രകാരം ഞാൻ എന്നെ തന്നെ ശാസിച്ചുകൊണ്ട്, എന്നെ തന്നെ വിധിച്ചുകൊണ്ട്
പല പുരോഹിതന്മാരുടെ അടുത്ത് പല ദീർഘസമയം കുമ്പസാരിക്കേണ്ടി വന്നു. പരിമള തിരുമേനി എല്ലാ ഞായറാഴ്ചയും കുമ്പസാരിക്കുമായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഒരച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് എഴുന്നേൽക്കുമ്പോൾ ആ പുൽപ്പ നനയുമായിരുന്നു. ഇത്രയധികം എന്നാ വലിയ പാപം ചെയ്തോ? എന്താ അതിൻ്റെ കാര്യം? വേദോത്സവം വായിക്കുമ്പോൾ നമ്മൾ ചെയ്ത അകൃത്യങ്ങളെക്കുറിച്ചും പാവങ്ങളെക്കുറിച്ചും മാത്രമല്ല കുമ്പസാരിക്കേണ്ടത്, ചെയ്യാതെ പോയ നന്മയെക്കുറിച്ചും ചെയ്യാതെ പോയ പുണ്യങ്ങളെക്കുറിച്ചും ഓർത്താ കരയേണ്ടത്. നിങ്ങൾ സൽഗുണപൂർണരാകുവീരെന്നാണ് കർത്താവ് പറഞ്ഞില്ലേ? നമ്മൾ വീണ്ടും ജനിച്ചാൽ അപ്പൻ്റെ സ്വഭാവം കാണിക്കണ്ടേ? അപ്പൻ്റെ സ്വഭാവം കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ കുഴപ്പം എന്നാ? ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വീണ്ടും ജനനത്തിന് അതിനും പൂർണ്ണമായാൽ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ എല്ലാ സൽഗുണങ്ങളും മക്കളിൽ കാണും. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതോ തകരാറുണ്ടെന്നാണ്. അപ്പോൾ കരയണ്ടേ? കർത്താവ്, ഞാൻ വീണ്ടും ജനിച്ച മാമോദീസായിലുള്ള വീണ്ടും ദൈവമക്കളായവരാണ് ഞങ്ങളെ കണ്ട് സ്വർഗത്തിലെ അപ്പച്ചനെ കണ്ട് ആരും ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. അതുകൊണ്ട് വീണ്ടും ജനനത്തിൻ്റെ അനുഭവം മാമോദീസായി തുടങ്ങിയിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമാകാൻ വേണ്ടിയാണ് ഉപവാസവും പ്രാർത്ഥനയും നോമ്പും കുമ്പസാരവും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവെ, പാപം തൊടാതെ വണ്ണം, പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കത്തക്ക വണ്ണം ഞങ്ങളെ കണ്ടവർ നിന്നെ കാണാൻ ഗതികേട് ഞാൻ കൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരയണം. ഞാൻ ഇത്രയും നാൾ നടത്തിയ ധ്യാനപ്രസംഗത്തിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അതനുസരിച്ച് ആയിരക്കണക്കിന് സ്വയപരിശോധനാ സഹായിലെ ചോദ്യങ്ങൾക്ക് ഞാനും കുറ്റമുള്ളവനാണെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. അവിടെ നമ്മൾ നമ്മുടെ കുറവ് ഏറ്റു പറഞ്ഞ് വിശ്വാസം പൂർണ്ണമാക്കാമെങ്കിൽ നമുക്ക് യേശു ചെയ്തതും ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങളും. അപ്പം എൻ്റെ അവിശ്വാസത്തെ എന്നോട് ക്ഷമിക്കണമേ, ആ വിശ്വസിക്കുവാനുള്ള കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിനോട് വന്ന ശിഷ്യന്മാർക്ക് ഈ പറഞ്ഞ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അവർ താഴ്വരയിൽ അവിശ്വാസവും കോട്ടമുള്ള തലമുറയായിട്ട് ഇഴുകിച്ചേർന്നിരുന്നു. പത്രോസിനും യാക്കോബിനും യോഹന്നാനും മാത്രമേ മലയിൽ കയറാനത്തുള്ളൂ. 9 പേര് താഴെയായിപ്പോയി. അതിൽ യോഹന്നാനും മാത്രമേ പറഞ്ഞതെല്ലാം ശരിക്കും ഗ്രഹിച്ച് യേശുവിൻ്റെ വരാൻ പോകുന്ന കുരിശ് നമ്മുടെ ഉയർപ്പിന് ഉതകുന്നതാണെന്നുള്ള കാര്യം ബോധ്യമായിട്ടാണ് യോഹന്നാൻ ആ കുരിശിന് ജോഡി നിന്നത്. ബാക്കിയുള്ളവർക്ക് അവിടെ നിന്നും പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഈ സ്ലീവായിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന സ്ലീവ് ആ കുരിശ് ജീവനുള്ളത് ജീവിപ്പിക്കുന്നതാണെന്നുള്ളത് തെളിയിക്കാനാണ്. പിശാച് നമുക്ക് ഓരോ പ്രശ്നങ്ങളെടുത്ത് നമ്മളെ തകർക്കാനും നമ്മളെ കൊല്ലാനും നശിപ്പിക്കാനുമാണെങ്കിൽ ആ ആയുധം കൊണ്ട് തന്നെ അവനെ തോൽപ്പിക്കാൻ സാധിക്കും. യേശുവിനെ കുരിശുകൊണ്ട് ഇല്ലാതാക്കാൻ, തകർക്കാൻ, പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ കുരിശുണ്ടാക്കിയത്. പക്ഷെ കർത്താവ് ആ കുരിശുകൊണ്ട് തന്നെ പിശാചിനെ തലചതച്ചു. ആ കുരിശ് ജീവനുള്ളതാണെന്ന് കൊസ്തന്തീനോസ് രാജാവും ഹേലനി രാജ്ഞിയും ഒക്കെ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് നമ്മൾ കുരിശിനെ ആദരിക്കുന്നത്. അത് നമുക്കുണ്ടാകുന്ന എല്ലാ കുരിശിൻ്റെ അനുഭവങ്ങളും എത്ര മാരകമാണെങ്കിലും യോർദാൻ നദി പോലെ കുത്തൊഴുകുന്ന യോർദാൻ നദി പോലെയാണെങ്കിലും അതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് അക്കരെ കടക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടെ വിശ്വാസക്കുറവിനെ മാറ്റി വിശ്വാസ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതിനൊരിക്കൽ കൂടെ പാവദിന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കൊടുക്കുകയാണ്. നമുക്ക് കടുകുമണി പോലെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മല പോലെയുള്ള പ്രശ്നങ്ങളെ കടലിലേക്ക് തട്ടാവുന്നതാണ് പറയുന്നത്. നമ്മൾ ഇന്നോട്ട് വന്നിരിക്കുന്നത് മല പോലെയുള്ള അനേക പ്രശ്നങ്ങളുടെ മുമ്പിൽ പകച്ച് ഭയപ്പെട്ട് വ്യാകുലപ്പെട്ട് ഈ മല എങ്ങനെ മാറ്റും എന്ന് വിചാരിച്ച് വന്നിരിക്കുക. ഈ മലയെ മാറ്റാൻ നമുക്കാണ് വിശ്വാസം ഉണ്ടാകേണ്ടത്. വിശ്വാസം ഉണ്ടായാൽ ഈ മലയെ കർത്താവ് സൗന്ദര്യത്തിലേക്ക് മാറ്റിക്കൊള്ളും. അത് വിശ്വസിക്കുവാനുള്ള കൃപ നമ്മൾ യാചിക്കുകയാണ്. വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് വരേണ്ടതാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരമായിട്ട് തരേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരമായിട്ട് തരേണ്ട ഒരു കാര്യമാണ് വിശ്വാസം. അത് ഒറ്റയ്ക്ക് കൊടുക്കുകയില്ല. അതിൻ്റെ കൂടെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള വരം കൂടെ കിട്ടും. 2 വരം ഒന്നിച്ചേ കൊടുക്കുള്ളൂ. നമുക്കത് ഒരൊറ്റ വരം ഒന്നിച്ച് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് പ്രാപിക്കാൻ ഒക്കാത്തത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഭണ്ണാരപ്പുരയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വരം ഒറ്റയ്ക്ക് കൊടുക്കുകയില്ല, കഷ്ടം സഹിക്കാനുള്ള വരം കൂടെ അതാർക്കെങ്കിലും വേണോ? അതെവിടെ എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിനെ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി അവനോടൊപ്പം കഷ്ടം അനുഭവിക്കാനുള്ള വരം ലഭിച്ച പൗലോസ്ലിഹായ്ക്ക് യൂറോപ്പിനെ മുഴുവൻ സുവിശേഷിക്കാൻ കഴിഞ്ഞു. അനേക സ്ഥലത്ത് സഭകളുണ്ടായി. ആ പൗലോസിന്റെ രക്തസാക്ഷിയായ തന്റെ രക്തത്തിൽ കൂടെയും തന്റെ തെറിച്ചുപോയ തലയിൽ കൂടെയും സുവിശേഷം പറയാൻ സാധിച്ചു. തല അറക്കപ്പെട്ടപ്പോൾ സ്തോത്രത്തോടെ അറുത്തോളാൻ പറഞ്ഞു. ആ തെറിച്ചുപോയ തല ഫുട്ബോൾ പോലെ ചാടി നടന്ന അവിടെ എല്ലാം ജീവജലത്തിന്റെ അരുവിയുണ്ടായി. ആ അരുവി ഇപ്പോഴും അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാൻ മാത്രമല്ല യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള വരം വേണ്ടിയവർക്ക് വേണ്ടിയാണ് ഇനിയും ഈ ബാക്കി വിശ്വാസ പ്രമാണം ചെല്ലാൻ പോകുന്നത്. അത് വേണ്ടിയവർ മാത്രം ചെല്ലിയാൽ മതി, അവർ നിന്നാൽ മതി, വേണ്ട അപ്പം തന്നെ ഇറങ്ങി പോവാം. ഈ വിശ്വാസം പൗലോസ്ലിഹാ ചോദിച്ചതായ വിശ്വാസം എനിക്ക് വേണം. അതിൻ്റെ കൂടെ നിനക്ക് വേണ്ടി എന്ത് കഷ്ടവും സന്തോഷം സഹിക്കാനുള്ള വരം വേണം. കഷ്ടത സഹിഷ്ണുത പ്രത്യാശയെ ഉളവാക്കി പ്രത്യാശയുടെ ധൈര്യം മുറിപ്പിച്ച് നമ്മൾ ദൈവത്തിന്റെ ഭവനമാകും. കൊച്ചു കാര്യമല്ലോ ആണോ ഇത്? ഈ വീട് പണിക്കുള്ള കഷ്ടതയുടെ ലിസ്റ്റ് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 18 തരം കഷ്ടതകൾ ഉണ്ടെങ്കിലേ ഈ പണി പൂർത്തിയാവുള്ളൂ. നമ്മൾ മാംസമായി കല്ലിട്ടിരിക്കുക. കല്ലിട്ട് പണി പൂർത്തിയാകാത്ത
പന്നിയും പട്ടിയും കാട്ടുമൃഗങ്ങൾ കയറി ഉഴന്നു നടക്കുന്ന ഒരു പള്ളിയുടെ തറയാണ് നമുക്കുള്ളത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. വടക്കേന്ത്യയിൽ ഗവേഷണ പഠനത്തിന് പോയപ്പോൾ അച്ഛന്മാരുമായിട്ട് വഴക്കുണ്ടായി, കള്ളുകൂപ്പി വെച്ച് അടിച്ച് അച്ഛൻ ഓടിപ്പോയി. പള്ളി നടത്താൻ ആളില്ലാതായി. അന്ന് പൗലോസ് മാർ ഗിരിഗോസ് തിരുമേനിയുടെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ഉപയോഗിച്ച് ഗവേഷണം നടത്താൻ ചെന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി എന്നെ അങ്ങോട്ട് വിട്ടാൽ ഞാനവിടെ പോയി അടി കൊണ്ടുകൊണ്ടാണെങ്കിലും പള്ളി പണിയാണെന്ന് പറഞ്ഞു. പള്ളി 4 കോൺക്രീറ്റ് തൂണേ നിൽക്കുക, എല്ലാം തുറന്നു കിടക്കുക, മൃഗങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നൊരു മണൽ മാത്രമുള്ള ഒരു തറ. അച്ഛന്മാർക്ക് പോകാൻ വഴിയ ഉള്ള സൗകര്യത്തിൽ അവർ കുർബാനയില്ലും. പിന്നെ എങ്ങനെ മൃഗങ്ങൾ കയറി നടക്കുന്ന ഒരു ചന്ത പോലെ ഒരു സ്ഥലമായിട്ട് കിടക്കുക. തിരുമേനി എനിക്ക് കൽപ്പന തോന്നുന്നു, ജയ്പൂർ പള്ളിയിൽ പോയി ആ മണൽ വിരിച്ച സ്ഥലത്ത് ഒരു ഷീറ്റ് അങ്ങോട്ട് ഇട്ടോട്ടെ, അവിടെ കിടന്നുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ വീട്ടുകാരെല്ലാം കണ്ട് അവരെ വിളിച്ചു വരുത്തി ബൈബിൾ ക്ലാസ് അങ്ങോട്ട് തുടങ്ങി. ആ ഉള്ള കഷ്ടതയിൽ, ഉള്ള പ്രയാസങ്ങളിൽ കർത്താവിനെ ആരാധിച്ച് കഷ്ടത, സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശയൊക്കെയായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ ആ പള്ളി പണിയാനിടയായി. അവിടെ വലിയൊരു സ്കൂളിപ്പോൾ ഉണ്ട്. വലിയൊരു ഇടവകയായി. അവിടെ അനേക മാസങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം അത് വേറെ അച്ഛനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞാനവിടെ തോന്നുന്ന കാര്യം ഓർപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന സാക്ഷ്യം, നമ്മൾ കഷ്ടത കണ്ട് മടുക്കരുത്, അടി കൊണ്ട് മടുക്കരുത്, തല്ലുകൊണ്ട് മടുക്കരുത്. അതെല്ലാം വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണെന്നുള്ള കാര്യം ഓർപ്പിച്ചിട്ട് ഞങ്ങളോട് സാക്ഷ്യം പറയുകയാണ്. നിങ്ങൾ ജയ്പൂർ ചെന്നാൽ മനോഹരമായ ഒരു പള്ളിയും ഒരു വലിയ സ്കൂളും അവിടെയുണ്ട്. അതിൻ്റെ പുറയിൽ ഇങ്ങനെ കഷ്ടത സഹിച്ച പുരോഹിതന്മാരുടെ ചരിത്രം കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുക. അങ്ങനെ കഷ്ടത സഹിക്കാനുള്ള വരം കൂടെ നിങ്ങൾ വാങ്ങിക്കാമെങ്കിൽ കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധ പ്രത്യാശയുള്ളതാക്കി പ്രത്യാശ ധൈര്യം മുറിപ്പിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ചലിക്കുന്ന പള്ളികളാകാൻ സാധിക്കും. നമ്മളെ കാണുന്നവർക്ക് ദൈവത്തെ കാണാൻ കഴിയും. പൗലൂസും പത്രോസും ഒക്കെ പോയ വഴിക്ക് നിഴലടിച്ചാൽ സുഖം, അവിടെ അവർ ഉപയോഗിച്ചതായ വസ്ത്രത്തെ തൊട്ടാൽ മതി സുഖം. നമുക്ക് തന്നെ ഇതൊക്കെ കിട്ടാത്തത്. ഈ സാധ്യതകളെല്ലാം ഉള്ള ഒരു പള്ളിപ്പണിയുടെ കല്ലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് വേറെ കല്ല് പണിയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനാണ് ക്ഷമ ചോദിക്കേണ്ടത്. ഞങ്ങൾക്ക് വിശ്വാസം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ആണ് നമുക്ക് ഈ വിശ്വസിക്കാനുള്ള വരം തരുന്നത്. അതിനുള്ള കഷ്ടത്തിൻ്റെ വരം കൊടുക്കും. നമുക്ക് കിട്ടിയ കഷ്ടതകൾ നമ്മളെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഈ വരം നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മൾ നാമധേയ ക്രിസ്ത്യാനികൾ നടക്കുന്നു. അതുകൊണ്ട് ഇതിനെല്ലാം ഉത്തരവാദിത്വം ഞങ്ങളുടെ തന്നെയാണ്, പുരോഹിതന്മാരുടെയാണ്. പരിശുദ്ധ ബാബാതിരുമേനിയെ തൊട്ടിഞ്ഞിട്ടുള്ള മഹാപുരോഹിതരുടെയും പുരോഹിതരുടെയും റമ്പാച്ചന്മാരുടെയും അച്ഛന്മാരുടെയും പ്രതിനിധിയാണ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ഞങ്ങൾ ചെയ്യേണ്ട പണി ശരിക്കും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വാസികളാകുമായിരുന്നു. ഞാൻ ക്ഷമ ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ ക്ഷമ ചോദിക്കാവോ? എങ്കിൽ വിശ്വാസത്തിൻ്റെ വരം കിട്ടിയിട്ട് നമ്മുടെ മുമ്പിൽ കൂടെ ഈ യോർദാൻ ഒഴുകി പോകുന്ന യോർദാനെ നമുക്ക് കാലെടുത്ത് കുത്തുമ്പോൾ വറ്റിക്കാൻ സാധിക്കും. അങ്ങനെ അനേകരെ നമുക്ക് പാലും തേനൊഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോയി ഇന്ത്യയിലെ 75% പേരെ യേശുവിനെ ആരാധിക്കുന്നവരാകാൻ അനുവദിച്ചിട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. മാത്യൂസ് സമ്പാദന ആ ദർശനം മധുരഭാഷണത്തിൽ എഴുതി വെച്ചു. നടപ്പിലാക്കാൻ ആളില്ല. ഞങ്ങൾ തമ്മിൽ തെറ്റ് കേസ് കളിച്ച് നടക്കാം. ഞാൻ ഉത്തരവാദിയാണ്. അവിടെ ധ്യാനം നടത്താൻ നിർത്തിയില്ലാങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഗതികേട് മാറാമെങ്കിൽ, ഇതിൻ്റെ ഇടയിൽ കർത്താവിനെ ആരാധിക്കാമെങ്കിൽ, ശത്രുവിന് ക്ഷമ കൊടുക്കാമെങ്കിൽ, ശത്രുവിനെ സ്നേഹിക്കാമെങ്കിൽ, ശത്രുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കൊടുക്കാമെങ്കിൽ, അത് ഇപ്പോൾ നമുക്ക് യാചിക്കേണ്ട സമയത്ത് ആ കാര്യം യാചിക്കാൻ പോവുകയാണ്. സഹോദരി സംഘങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, പുരോഹിതരായ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങൾ ക്ഷമിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ കുർബാനയിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി. ആദ്യത്തിന്റെ കണ്ണീരുണ്ടായിരിക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള 4ാം ഞായറാഴ്ചത്തെ ആരാധന നാളെ ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ ഏത് ദേവാലയത്തിൽ നാളെ പോയാലും ആ ദേവാലയത്തിൽ വെച്ച് കർത്താവ് തരാൻ പോകുന്നതിൽ അനുഗ്രഹങ്ങളുണ്ട്. അതിന് ഇന്ന് കിട്ടുന്നതിൽ അനുഗ്രഹങ്ങളുണ്ട്. ഓരോ നിമിഷത്തിലും കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. കടന്നു പോകുന്ന ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസങ്ങളും നമുക്ക് പുത്തൻ കൃപകൾ പ്രാപിക്കാനുള്ള അവസരങ്ങളാണ്. എല്ലാ നിമിഷങ്ങളും പുത്തനാണ്. അതിൻ്റെ കൂടെ പുത്തൻ കൃപകളുമുണ്ട്. ആ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് വിലാപങ്ങളുടെ പുസ്തകത്തിലുള്ള ഒരു പ്രവചനമാണ്. ആ പ്രവചനം നിങ്ങൾ അന്വർത്ഥമാക്കിയിട്ടുണ്ട്. എല്ലാ കുർബാനയിലും, എല്ലാ യാമപ്രാർത്ഥനയിലും, എല്ലാ മണിക്കൂറുകളിലും, എല്ലാ മിനിറ്റുകളിലും, എല്ലാ സംഭവങ്ങളിലും ദൈവം നമുക്ക് തരാൻ വിധിക്കുന്ന പുത്തൻ കൃപകളും പുത്തൻ അനുഗ്രഹങ്ങളുമുണ്ട്. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന് കർത്താവിനോട് ക്ഷമ ചോദിച്ചിട്ട് അതിനുള്ളതായ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ഉൾക്കാഴ്ചയും തരാൻ പ്രാർത്ഥിക്കണം. കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. തലയായ ക്രിസ്തുവിനോട് വളർത്തി തലയോടെ ഇരുന്ന് ഉടലാക്കുവാനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതനുസരിച്ച് കൃപായുഗത്തിൽ ആദ്യമായി കിട്ടിയതായ വചനങ്ങൾ 100% ഉൾക്കൊണ്ട് ദൈവത്തോട് സഹകരിച്ച ഒരാളെന്ന നിലയിൽ വിശ്വസിക്കാനുള്ള വരവും കഷ്ടം സഹിക്കാനുള്ള വരവും ഒരുമിച്ച് വാങ്ങിച്ച ആദ്യത്തെ ആൾ പരിശുദ്ധ കന്യാമറിയാമാണ്.
എല്ലാ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും ആ അനുഗ്രഹം വാങ്ങിച്ചവരാണ്. വിശ്വസിക്കുവാനും കഷ്ടം സഹിക്കാനുള്ളവരും അത് ഏറ്റുവാങ്ങിയിട്ടാണ് അവർ വേല വെച്ചിട്ട് പോയത്. അങ്ങനെ പ്രവാചകന്മാർ ഒരുക്കിയതായ വഴിയിലൂടെയാണ് യേശു വന്നത്. ആ വഴിയിലൂടെയാണ് കർത്താവ് വേല ചെയ്തത്. ആ വഴിയിലൂടെയാണ് നമ്മളെയും കർത്താവ് സ്വർഗത്തിൽ എത്തിക്കുന്നുണ്ടായ കാര്യം ഓർമ്മിക്കുന്നു. ഇന്ന് വായിക്കുന്നതായ വേദഭാഗത്ത് വിശുദ്ധ ലൂക്കോസ് 9:37 മുതൽ 45 വരെയുള്ള വേദഭാഗത്ത് വേദോസം വായിച്ച സമയത്ത് നമുക്ക് കിട്ടിയതായ ഉൾക്കാഴ്ച നമുക്ക് വിശ്വാസം കുറവുണ്ടെന്നാണ്. അവിശ്വാസം കൊണ്ടും അല്പവിശ്വാസം കൊണ്ടും അന്ധവിശ്വാസം കൊണ്ടും മൂഢവിശ്വാസം കൊണ്ടും ഒക്കെയാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ആദ്യം പ്രവർത്തിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ കേട്ടു. ഇന്ന് വായിച്ചതായ അല്ലെങ്കിൽ നാളെ രാവിലെ വായിക്കേണ്ട വേദഭാഗത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യേശു ചെയ്യുന്നതിനെ പറ്റിയെല്ലാം എല്ലാവരും വിസ്മയിച്ചിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തത്, ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുകയും മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ ഇരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവർ ഗ്രഹിച്ചില്ല. ഈ വചനം അവർ ഗ്രഹിച്ചില്ല. അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം അത് നിഗൂഢമായിരുന്നു. ഇങ്ങനെയൊരു പ്രശ്നം നമുക്കുണ്ട്. ആ പ്രശ്നം എത്ര ശതമാനം പരിഹരിച്ചു എന്നാണ് ആദ്യം അറിയേണ്ടത്. നമ്മൾക്ക് ക്രിസ്ത്യാനികളാണ്, സൺഡേ സ്കൂൾ പഠിച്ചവരാണ്, വേദോസം വായിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, നോയമ്പെടുക്കുന്നവരാണ്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ സഹിക്കേണ്ടത് കുരിശ് എന്നാന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അത് വഹിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മുടെ പരാജയം. നമ്മൾ ഈ പുണ്യസ്ഥലത്ത് പോകുന്നു, പള്ളിയിൽ പോകുന്നത് കുരിശ് വരാതിരിക്കാനാണ്, വന്ന് വേഗം പോയി കിട്ടാനാണ്. അല്ല കുരിശിനെ കിരീടമാക്കാൻ അല്ല. ബെയർ ദ ക്രോസ് ആൻഡ് വിൻ ദ ക്രൗൺസ്. അപ്പോൾ കുരിശ് വഹിക്കാമെങ്കിൽ കിരീടമുണ്ട്. കർത്താവിൻ്റെ കൂടെ കിരീടം പറ്റിയ രാജ്ഞിയായിരിക്കേണ്ടവരാണ് നമ്മൾ. ഒരൊറ്റ രാജ്ഞിയേ ഉള്ളൂ, അല്ല രാജ്ഞിമാരല്ല. ആ ഒരൊറ്റ രാജ്ഞിയുടെ ഏതിലൊരു അവയവമാകാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിന് കിട്ടിയതായ കഷ്ടതയുടെ ഒരു പങ്ക് നമുക്കും തരാൻ കർത്താവ് വെച്ചിട്ടുണ്ട്. സ്നേഹം കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ആ സ്നേഹത്തോടെ അത് ഏറ്റുവാങ്ങി അതിൽ കൂടെ മാത്രം നടക്കുന്നൊരു പണിയുണ്ട്. കർത്താവിന് വസിക്കാൻ പറ്റിയ ഭവനമായി നമുക്ക് മാറണമെങ്കിൽ നമുക്കായിട്ട് കർത്താവ് കരുതിയിരിക്കുന്ന കഷ്ടതകൾ രണ്ട് കൈ നീട്ടി വാങ്ങിച്ച് സ്തോത്രത്തോടെ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സഹിക്കാമെങ്കിൽ നമുക്ക് കിരീടം കിട്ടും, തേജസ് കിട്ടും. ഈ വചനങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു, പക്ഷേ ശ്രദ്ധിക്കാനൊത്തില്ല. നമ്മുടെ പള്ളിയിൽ പോക്കിലും പ്രാർത്ഥനയിലും കൺവെൻഷൻ പോക്കിലും ധ്യാനമന്ദിരത്തിൽ പോകുന്നതിലും ഒക്കെയും ഇങ്ങനൊരു പ്രശ്നം കിടപ്പുണ്ട്. നമ്മുടെ ശ്രദ്ധ വേറെങ്ങാണ്ട് കിടക്കുക. ശ്രദ്ധാമുടക്കികളുണ്ട്. ആ ശ്രദ്ധാമുടക്കിക്ക് പകരം കൊടുത്ത് മാറ്റിയിട്ട് പറയുന്നിടത്ത് പറയുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെയ്തിട്ട് അവിടെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കർത്താവിന് പങ്കാളിയാകാനൊക്കെ ഉള്ളൂ. പിശാച് മഹാമെടുക്കനാണ് ഇക്കാര്യത്തിൽ നമ്മളെ അശ്രദ്ധ ഉണ്ടാക്കാൻ. അവൻ നമ്മുടെ ശ്രദ്ധ മറ്റേ കാര്യങ്ങളിലേക്ക് മാറ്റിക്കളയും. 9 ശിഷ്യന്മാരുടെ മലയിൽ കയറാനൊക്കെ വന്നത് അവിടെ അശ്രദ്ധ കൊണ്ടും അവിടെ അവിശ്വാസം കൊണ്ടും അവിശ്വാസമുള്ള ദുഷ്ടതലമുറയോടുള്ള അവരുടെ അവിഹിത ബന്ധം കൊണ്ടുമാണെന്നുള്ള കാര്യം നമ്മളിവിടെ കേട്ടു. നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ വിശ്വാസം മുടക്കിയുള്ള എത്ര പേരുടെ കൂടെ നമ്മൾ ആഹാരം കഴിച്ചിട്ടുണ്ട്? അന്യദേവനെ ആരാധിക്കുന്നവരുടെ ആഹാരം എത്ര കഴിച്ചിട്ടുണ്ട്? അവരുടെ കൂടെ എവിടെയെല്ലാം ഉല്ലസിക്കാൻ പോയിട്ടുണ്ട്? അവരോട് ആരോടെല്ലാം ഫോൺ വിളിച്ചിട്ടുണ്ട്? ആരിൽ കൂടെയെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? അതെല്ലാം കർത്താവിനെ ദുഃഖിപ്പിക്കുന്നതും നമ്മുടെ ദൈവത്തെ നടത്തിക്കളയുന്നതുമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു എന്നുള്ള ബോധത്തോടെയാണ് യേശു തൻ്റെ വേല തുടങ്ങിയത്. ആ ബോധം നമുക്കുണ്ടോ? കുരിശെന്ന് പറയുന്നതാണ് ഏൽപ്പിക്കപ്പെട്ട സ്വാതന്ത്ര്യമില്ല. നമ്മളെല്ലാം സ്വാതന്ത്ര്യ കൊതിയന്മാരാണ്, സ്വാതന്ത്ര്യ കൊതിച്ചുമാരാണ്. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പറയുന്നവരെല്ലാം ചെയ്തോണം, എല്ലാം ഞാൻ വിചാരിക്കുന്നവർ നടന്നോണം. ഞാനിരിക്കുന്നത് ആരെയും ഇരുത്തുകയില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും, വേറെ ആൾ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ നിർബന്ധങ്ങൾ. നമ്മളെക്കാൾ ക്ഷീണവും തളർച്ചയുള്ള ഒരാളൊരു കസേര മാറ്റി കൊടുക്കും. നിങ്ങളിവിടെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് മാറിക്കൊള്ളാമെന്ന് പറയൂ. എല്ലാം എൻ്റെ. അപ്പോൾ സെൽഫ് ഈസ് ദ ഹൈഡിങ് പ്ലേസ് ഓഫ് ഈവിൾ എന്നൊരു ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ സ്വയമാണ് തിന്മയുടെ ഒളിപ്പടം. അതുകൊണ്ട് ആ സ്വയത്തെ കുരിശിച്ചിട്ട് വന്നാലേ കർത്താവിനെ അനുഭവിക്കാനൊക്കെയുള്ളൂ എന്ന് പറയും. നമ്മുടെ എല്ലാ സ്വയത്തിനകത്ത് ഒത്തിരി തിന്മകൾ ഇരിപ്പുണ്ട്. അത്യാഗ്രഹത്തിനകത്ത് എല്ലാം തിന്മ ഇരിപ്പുണ്ട്. അതിനെ മാറ്റണമെങ്കിൽ അതിനെ കുരിശ് കൊണ്ട് വെളിയിലാക്കണം. ഐ കട്ട് ബൈ ദ വിൽ ഓഫ് ഗോഡ് ഈസ് ക്രോസ് എന്നൊരു ഡെഫിനേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ എന്ന വാക്ക് എഴുതാൻ ഒറ്റ വര വരച്ചാൽ മതി. കുരിശുണ്ടാക്കാൻ കുറിയ വരും, അപ്പോൾ കുരിശായി. അപ്പോൾ നമ്മുടെ സ്വയത്തെ ദൈവഹിതം കൊണ്ട് മുറിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു ദിവസം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ കുരിശ് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം സമ്മതിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് കുരിശുണ്ടാക്കി തരുന്നവർക്ക് നന്ദി പറയുമോ? കുരിശ് വാങ്ങിച്ചക്കാർക്ക് സന്തോഷം ചെയ്യാം. കുരിശ് വാങ്ങിച്ച് നടക്കണമെങ്കിൽ സ്വന്തം സന്നിഷ്ടക്കാരുണ്ടാകണം. അവർക്ക് കുരിശ് വേണ്ട, കുരിശുണ്ടാക്കിയാൽ മതി. കുരിശുണ്ടാക്കുന്നവർക്ക് കുരിശുണ്ടാക്കി നശിച്ചു പോയാൽ മതി. അവർ അപ്പം നശിക്കാനുള്ളവരാണ് തന്നിഷ്ടക്കാർ. നിങ്ങൾ കുരിശുണ്ടാക്കിക്കോ. ഉയർക്കാനുള്ളവരെ കുരിശെടുത്തോണ്ട് നടക്കോട്ടെ, കുരിശെ കിടന്ന് മരിച്ചോട്ടെ. മനസ്സിലായോ? അപ്പം നമ്മൾ ഏത് കൂട്ടത്തിലാണ്?
കുരിശ് ഫാക്ടറിയിലാണോ ജോലി, കുരിശെടുത്തുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിലാണ്. ആദ്യത്തെ പരിശോധിക്കണം. ഇനി 2 കൂട്ടരുണ്ട്. അപ്പോഴേ ഈ അവിശ്വാസികൾക്ക് ഒരു നിയമവുമില്ല, അത്യാഗ്രഹികൾക്കും ഒരു നിയമവുമില്ല. അവർക്ക് അവരുടെ കാര്യം സാധിക്കാൻ ഇതിലേയും പോകാം, എന്നാ ചെയ്യാം, ആരെയും വേണം, എന്നാ വേണമെങ്കിലും കാണിക്കാം. നമുക്ക് ആ നിയമങ്ങൾ മുഴുവൻ യേശുവിനെ മണവാട്ടിയാകേണ്ടവർക്ക് ഈ പ്രശ്നമുള്ളൂ. മണവാട്ടിയാകേണ്ടവർ യേശു പോയ വഴിയെ പോകണം എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു. ആരാണ് ഈ മനുഷ്യപുത്രൻ? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അത് വെച്ച യേശു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായതാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രൻ ആരാ? മനുഷ്യപുത്രൻ യേശു ആണെങ്കിൽ കുരിശുമാറ്റി നടത്തുന്നവരും മനുഷ്യരാ, പ്രാകൃത മനുഷ്യർ, ജഡീക മനുഷ്യർ, അവിശ്വാസികൾ. അപ്പോൾ ജഡീക മനുഷ്യരും പ്രാകൃത മനുഷ്യരും അവിശ്വാസികളായ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കാനാണ് പിതാവ് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. നമ്മൾ സമ്മതിക്കുക. അപ്പൊ മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ കുരിശ് വേണം, കുരിശുണ്ടാക്കാൻ ആൾ വേണം. കുരിശുണ്ടാക്കണമെങ്കിൽ സ്വയബോധവും പരബോധവും ദൈവബോധവും ഇല്ലാതാകണം. അങ്ങനെ ഒരു അറിവില്ലായ്മ മായ മൂഢർക്ക് മാത്രമേ കുരിശുണ്ടാക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളവരില്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോകും, കുരിശ് ഫാക്ടറി നിന്ന് പോകും. മനസ്സിലായോ? കുരിശ് ഫാക്ടറി ഉണ്ടെങ്കിൽ നമുക്ക് എന്നും കുരിശ്. ഒരു റമ്പാത്തിന് എത്ര കുരിശ് വേണമെന്നറിയാമോ? 15 കുരിശ് വേണം ഒരു ദിവസം. അതായത് തലയിൽ കിടക്കുന്നുണ്ട്. തലയിൽ 13, കഴുത്തേലൊന്ന് തോളയിലൊന്ന്. അങ്ങനെ 15 കുരിശ് ഒത്തെങ്കിൽ അന്നത്തെ പ്രാണൻ യേശുവിന്റെ മാറിലെത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു കുരിശെങ്കിലും വേണം. കുരിശ് വരയ്ക്കുന്നവരല്ലേ? ഭാര്യമാർക്ക് ഒരു കുരിശെങ്കിലും വേണം. ഏതാ? കഴുത്തേ കിടക്കുന്ന മിന്നുമാലൊരു കുരിശാണ്. മനസ്സിലായോ? കുരിശായിട്ടാണ് ഭർത്താവിനെ കിട്ടിയിരിക്കുന്നത്. കുരിശായിട്ടാണ് ഭർത്താവിന് ഭാര്യയും കിട്ടിയിരിക്കുന്നത്. 2 കൈ നീട്ടി വാങ്ങിക്കുമോ? അത് വാങ്ങിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദിവസവും കുരിശുണ്ടാക്കാൻ പറ്റിയ ആളിനെ ജീവിതം കാളിയായിട്ട് ദൈവം തരുവുള്ളൂ. അത് അന്നത്തെ പ്രാണനെ സ്വർഗത്തിൽ എത്തിക്കാനാ. യേശുവിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. യേശു 30 കൊല്ലം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് യോർദാൻ നദിയിൽ പോയി ഞാൻ മനുഷ്യജാതിക്ക് മുഴുവൻ വേണ്ടി മരിച്ചോളാം എന്ന് വാക്ക് പറഞ്ഞ് പിതാവുമായിട്ടുള്ള ആ എഗ്രിമെന്റ് ഒരിക്കൽ കൂടെ പുതുക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വചനമാണ്. അപ്പൊ നമുക്ക് ഈ ബോധം എത്രത്തോളം എന്ന് മാത്രമുണ്ട്. ഞാൻ ആരുടെ എല്ലാം കയ്യിൽ ഏൽപ്പിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വതന്ത്രമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം നമ്മുടെ സ്വാതന്ത്ര്യം കെടുത്തുന്ന അനേകരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് വേണം ഈ ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പൊ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നത് മനുഷ്യപുത്രന് ബോധം ഉണ്ടായിരുന്നു. ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് വന്നിട്ട് ഏതെല്ലാം മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിട്ട് കുരിശുണ്ടാകും അതിൽ കൂടെ താൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഉറപ്പിലാണ് കർത്താവ് താൻ വേല ആരംഭിച്ചത്. നമുക്ക് ആ ഉറപ്പ് എത്രയുണ്ട്? ആ ഉറപ്പുണ്ടായിട്ട് എവിടെയെങ്കിലും പോകാവൂ. ആ ഉറപ്പുണ്ടായിട്ട് കല്യാണം കഴിക്കാവൂ. ആ ഉറപ്പുണ്ടായിട്ട് റമ്പാനാകാവൂ. അതുണ്ടായിട്ട് അച്ഛനാകാവൂ, ഭാര്യയാകാവൂ, ഭർത്താവാകും, മക്കളാകാവൂ, ജോലിക്കാരനാകാവൂ. അവിടെ എല്ലാം കുരിശ് കാണും. നിർഭാഗ്യവശാൽ നമുക്ക് തിരിച്ചറിയാനൊക്കുന്നില്ല. ആരെങ്കിലും കുരിശുണ്ടാക്കിയാൽ അവർക്കിട്ട് തിരിച്ചടിച്ച് നമ്മൾ കുരിശുമായിട്ട് നടത്തുന്നവരായിട്ട് അതപ്പതിക്കുക. ആ ഗതിയായിട്ട് വരുന്നത്. അപ്പം മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നുള്ള ബോധം ഉണ്ടായിരുന്നുകൊണ്ടാണ് യേശുവിനെ കുരിശിക്കാൻ വന്നവരുടെ അടുത്ത് സന്തോഷമായിട്ട് ആ കുരിശങ്ങ് സ്വീകരിച്ചു. അടി മുഴുവൻ കൊണ്ടു. അവർക്ക് വേണ്ടി ഇവർ ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ക്ഷമിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അത് കേട്ടിട്ട് വലത്തുവശത്തെ കള്ളൻ രക്ഷ പ്രാപിച്ചു. ഈ കാര്യത്തിൽ നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഈ ബോധം നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഇതുവരെയായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവർ സൽഗുണപൂർണ്ണരാകാൻ കഴിയാഞ്ഞതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കുരിശുണ്ടാക്കി തരുന്നവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് അഭിഷേകം ഉണ്ടാവുള്ളൂ. പരിശുദ്ധാത്മ അഭിഷേകം കിട്ടാത്തതിൻ്റെ കാര്യം നമ്മൾ അനുഗ്രഹം വരുന്ന വഴികൾ അടയ്ക്കുന്നവരാണ്, തുറക്കുന്നവരല്ല. അനുഗ്രഹം വരുന്ന വഴി ഏതൊക്കെയാണ്? ദാവീദിന് അഭിഷേകം കിട്ടിയത് അപ്പോഴാണ്. തന്നെ ജന്മിപ്പിക്കുകയും പീഡിപ്പിക്കുകയും അസൂയോടെ തന്നെ കൊല്ലാൻ നടക്കുകയും ചെയ്ത ശൗലിനെ ബഹുമാനിച്ചപ്പെടാം, ക്ഷമിച്ചപ്പെടാം. ശൗൽ ദാവീദിനെ കൊല്ലാൻ നടക്കുക. ദാവീദ് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അതേ ഗുഹയിൽ തന്നെ ശൗലും വരുന്നു. കൊല്ലാൻ നല്ല തരമായിരുന്നു, പക്ഷെ കൊന്നില്ല. ബഹുമാനിച്ചു, ആദരിച്ചു, സ്നേഹിക്കുന്നു, തെളിയിച്ചു. അങ്ങേ മലയിൽ പോയി വിളിച്ചു പോയി പറഞ്ഞു, നീ ആരെ തപ്പി നടന്നു? ആ ആളിൻ്റെ ഗുഹയ്ക്കകത്ത് തന്നെ നീ വന്ന് കിടന്നവനെ കൊല്ലാമായിരുന്നു, കൊന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, നിന്റെ അഭിഷേകത്തെ ആദരിക്കുന്നു പറഞ്ഞു. എൻ്റെ ദാവീദേ, നീയാണോ വെനുവനെ? ഞാൻ തെറ്റിപ്പോയി, ക്ഷമ ചോദിക്കണം. 1 ശമൂവേൽ 24 അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നീ തന്നെയാണ് രാജാവാകേണ്ടത് എന്ന് പറയുന്നത് വരെ ദണ്ഡന പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് പുറകെ ഓടുന്നപ്പോൾ ഓടി സ്നേഹമുണ്ടെന്ന് തെളിയിക്കേണ്ടപ്പോൾ വാക്ക് മാത്രമല്ല പ്രവൃത്തിയും കൂടെ കാണിച്ചത്. എൻ്റെ കയ്യിൽ നിന്റെ കുപ്പായത്തിൻ്റെ അറ്റയിലിപ്പുണ്ട്, കണ്ടോ? കുപ്പായത്തിൻ്റെ അറ്റം മുറിച്ചുള്ളൂ, കഴുത്ത് വേണേൽ മുറിക്കായിരുന്നു ഈ വാളുകൊണ്ട്. നിന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഒരു അറ്റം മാത്രം മുറിച്ചെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇതുപോലെ സ്നേഹമുണ്ടെന്ന് പാചകം അടിച്ചാൽ പോരെ, കാണിക്കുകയും കൂടെ വേണം. ബഹുമാനമുണ്ടെന്ന് പാചകം അടിച്ചാൽ പോരെ, കാണിക്കാൻ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? അതുകൂടെ കഴിഞ്ഞേ അഭിഷേകം കിട്ടുള്ളൂ.
അതുകൂടെ കഴിഞ്ഞ് വിശ്വാസം 100% ഉറപ്പാകുള്ളൂ. അത് കഴിഞ്ഞ് മാത്രമേ യോർദാൻ മാറുകയുള്ളൂ. യോർദാൻ അക്കരെ കിടക്കണമെങ്കിൽ ഈ വിശ്വാസത്തോടെ യാചകീയ പുരോഹിത വർഗം, പഴയ നിയമത്തിൽ പുരോഹിത വർഗം എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു. അവരെ പെട്ടകം എടുത്ത് കാല് വെച്ചപ്പോഴാണ് വഴിയുണ്ടായത്. ഈ പുതിയ നിയമത്തിൽ മാമോസായവരെല്ലാം പുരോഹിതരാണ്. അറിയാമോ? എല്ലാവർക്കും പട്ടമുണ്ടെന്ന്. മൂറോൻ അഭിഷേകമുള്ള മാമോസായവരെല്ലാം യാചകീയ പുരോഹിത വർഗമാണ്. സൗകര്യത്തിന് വേണ്ടി ചില കുപ്പായിട്ടും മുൻപിൽ നിർത്തുന്നത് മാത്രമേ ഉള്ളൂ. ആ അവകാശം പറയണം. എൻ്റെ വീട്ടിലേക്ക് യോർദാൻ നദി, മരണത്തിന്റെ യോർദാൻ നദി അക്കരെ കിടക്കാൻ ഞാൻ കാലെടുത്ത് വെക്കുന്നു എന്ന് പറഞ്ഞ വിശ്വാസത്തോടെ കാലെടുത്തങ്ങ് വെച്ചാൽ മതി, നദി മാറിയിരിക്കും. മനസ്സിലായോ? അല്ല വഴിയുണ്ടായിട്ട് പോകാമെന്ന് ആരും വിചാരിക്കേണ്ട. മാമോദീസായിൽ വഴി ഉണ്ടാക്കിയതിന് ശേഷമാണ് പോയത്. മാമോദീസ നമ്മുടെ ചെങ്കടലിന്റെ സ്ഥാനമാണ്. ചെങ്കടലിൽ വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ പോയത്, കാരണം അവർക്ക് അത് ആദ്യമാണ്. അപ്പോൾ ചെങ്കടൽ എന്ന് പറയുന്നത് നമ്മുടെ അതൊക്കെ കഴിഞ്ഞു. മാമോദീസായിൽ ചെങ്കടലിൽ കൂടെ അക്കരെ കടന്ന് മരുഭൂമിയിലോട്ട് കടന്നവരാണ് നമ്മൾ. എന്നാൽ ഓരോ ദിവസവും മരണത്തിന്റെ യോർദാൻ നമ്മുടെ മുമ്പിൽ കാണും. അത് വിശ്വാസത്തോടെ കാലെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ വഴി നമുക്ക് വഴി ഉണ്ടാകാത്തതിൻ്റെ കാര്യമില്ല. നമ്മൾ വഴി ഉണ്ടാകാൻ നോക്കിയിരിക്കുക. ആ ഒഴുക്കെന്നും കാണും. നമ്മളെ വിശ്വാസത്തോടെ രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ നമ്മുടെ അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് കാലെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. വെക്കുമ്പോൾ വഴി ഉണ്ടായിരിക്കും. അതാണ് ആശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങള്. എന്നെ പാലും തേനും ഉദ്ദേശിച്ച് എത്തിക്കാമെന്ന് എന്നെ വിളിച്ച ദൈവം ഈ യോർദാനെ പറ്റിക്കാൻ കഴിവുള്ളവനാണെന്ന് കാലെടുത്തങ്ങ് വെച്ചാൽ മതി. ആ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും വർദ്ധിപ്പിച്ചാൽ മതി. അത് കടുമണി പോലെ ആയാൽ മതി. ഏത് പ്രശ്നത്തിനും നമുക്ക് മല പോലെയുള്ളതാണെങ്കിലും മാറിയിരിക്കും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം നമ്മൾ ആരുടെ എല്ലാം കയ്യിൽ ഏൽപ്പിക്കപ്പെടാനാണ് ദൈവം കരുതിയിരിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വിവാഹം ആലോചിക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ അർത്ഥം എനിക്ക് കുരിശുണ്ടാക്കി തരാൻ പറ്റിയ ഒരു ജീവിത പങ്കാളി എവിടെയാണ്, അതാരാണ്? അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേണം. എനിക്ക് കുരിശുണ്ടാക്കി തരാൻ പറ്റിയ ജീവിത പങ്കാളിയെ എനിക്ക് തരണം. പറഞ്ഞു തരാൻ ഇപ്പോഴെങ്കിലും പറയുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം കല്യാണാലോചനയ്ക്ക് പോകാൻ. അങ്ങനെ ദൈവം കരുതിയ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചു കൂടി കഴിയുമ്പോൾ ദിവസവും കുരിശ് വരുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഇവള് ഈ പറയുന്നത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ക്ഷമിക്കണം, ഇയാൾ പറയുന്നത് എന്താണെന്ന് അറിയാതെ, ഈ അച്ചായം പറയുന്നത് എന്താണെന്ന് അറിയാം ബോധമില്ലാതെയാ, ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാലേ അന്നത്തെ പ്രാണൻ സ്വർഗത്തിൽ എത്തുള്ളൂ, യേശുവിന് മാറിൽ എത്തുള്ളൂ. അങ്ങനെ പറയാത്ത എത്ര ദിവസമുണ്ട്? ആ പ്രാണനൊക്കെ എവിടെ കിടപ്പുണ്ട്? പാതാളത്തിൽ കിടപ്പുണ്ട്. അതിനെ ഉയർപ്പിക്കാൻ കർത്താവ് വരം മാറ്റി വെച്ച് കൃപയൊക്കെ നീട്ടിത്തരുന്നത്. അതുകൊണ്ട് നമുക്ക് കുരിശ് വന്നവർക്ക് എല്ലാം നന്ദി പറയുക. 4 ദിവസം 5 ദിവസം മാറി എന്ന് പ്രാർത്ഥിച്ചു. എന്നോട് കർത്താവ് സംസാരിച്ച കാര്യമാണ്. എന്നോട് അപമര്യാദയായി പെരുമാറിയവരുണ്ട്, എന്നെ വെറുത്തവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, നിന്ദിച്ചവരുണ്ട്, തല്ലുമെന്ന് പറഞ്ഞവർ വരെയുണ്ട്. അവരെ വെറുക്കരുത്, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അത് തെളിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേ അഭിഷേകം. അപ്പോൾ ഇന്ന് കുർബാന കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്നാണെന്നറിയാമോ? ആസ്വാദത്തിലേക്ക് പോകും. ആസ്വാദത്തിൽ പോയി എൻ്റെ സഹോദരങ്ങളോട് കൈ കൊടുക്കും, അവർക്ക് നന്ദി പറയും, അവരെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞ് ഞാൻ ദേവലോകത്തിന് പോകും, ബാബാതിരുമേനിയെ കൈമുത്തും, ബാബാതിരുമേനിക്ക് നന്ദി പറയും. ഒരു സേവറെ സിനിമേനെ ഞങ്ങളുടെ വിസിറ്റ് വർഷപ്പായി തന്നതിന് നന്ദി പറയും. അവരെ ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അഭിഷേകത്തെ ആദരിക്കുന്നു പറയും. അങ്ങനെ മാത്രമേ അഭിഷേകം ജ്വലിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അവർ ജോലി തരാൻ പോവുക. നിങ്ങളുടെ ഇടവപ്പള്ളിയിലേക്ക് ഇന്നോ നാളെയോ പോകണം. ഇന്ന് സന്ധ്യാപ്രാർത്ഥനയുള്ള പള്ളിയാണെങ്കിൽ പോകണം. അപ്പോൾ വികാരിയത്തിനെ കാണണം. വികാരിയച്ച അച്ഛനിൽ കൂടെ മാത്രമേ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുകയുള്ളൂ. ഞങ്ങളുടെ അഭിഷേകം ജ്വലിപ്പിക്കാൻ പുരോഹിതനായ ഞങ്ങളുടെ വികാരിയത്തിനായ അങ്ങ് തോമാസിയാരുടെയും കർത്താവിൻ്റെയും ബാബാതിരുമേനൊക്കെ പ്രതിനിധിയാണ്. ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിഭവം വരാതെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അവർക്ക് എന്തെങ്കിലും വിഷമുണ്ടായി നമുക്ക് നന്നല്ല എന്നൊരു വചനമാണ്, അതറിയാം. നിങ്ങളുടെ എബ്രായ ലേഖനം എത്രാം അധ്യായമാണ്? അതിൻ്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ വഴി നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിപ്പി. അവരെ വിഷമിച്ചാൽ നിങ്ങൾക്ക് നന്നല്ല. അത് അടുത്ത കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ട കാര്യം. നേരിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി, അച്ഛാ ഞാൻ പള്ളിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാഞ്ഞുകൊണ്ട്, ഞാൻ വേണ്ട പോലെ ആരാധിക്കാഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനെ വിഷമിപ്പിച്ചുള്ളൂ, എന്നെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചോണം. നേരെ ഉണ്ടാകുന്നവരെ പുറകെ നടക്കണം. എന്താ നേരെ ഉണ്ടാകുന്നവരെ പുറകെ നടക്കണം. എത്ര പ്രാവശ്യം പോയാലും കുഴപ്പമില്ല. അതിലൂടെ മാത്രമേ അനുഗ്രഹമുള്ളൂ. അതുകൊണ്ട് അഭിഷക്തന്മാരെ ആദരിച്ചാൽ മാത്രം കിട്ടുന്ന അഭിഷേകമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ കുടിശ്ശിക തീർക്കാൻ പോവുകയാണ്. ഞാൻ പല അച്ഛന്മാരുടെ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാം തന്ന സന്ദേശം ഇതാണ്: എത്രയും വേഗം ആ കുടിശ്ശിക തീർക്കണം, അവരെല്ലാം ആദരിക്കണം. അങ്ങനെ നമ്മുടെ ഭവനം, നമ്മുടെ ആശ്രമങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ എല്ലാ ഭദ്രാസനങ്ങളും അഭിവൃദ്ധി പ്രാപിക്കട്ടെ. തോമാശ്രീയ നമ്മളെ ഏൽപ്പിച്ച സുവിശേഷത്തിൽ ദീപിച്ചുക അടുത്ത തലമുറയ്ക്ക് കൈമാറണം. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥന തുടരുകയാണ്. പരിശുദ്ധ മാതാവിനെ നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കിടക്കുമെന്ന് ആര് പറഞ്ഞു? യേശു കുഞ്ഞിനെയും കൊണ്ട് ഞാനിപ്പോൾ കിട്ടിയ സമ്മാനമാണ്, അനുഗ്രഹമാണ്. അനുഗ്രഹത്തിനകത്ത് വാളുമുണ്ട്, വചനമാകുന്ന വാളുമുണ്ട്, വേദനയുടെ വാളുമുണ്ട്. അത് രണ്ടും മാതാവ് സ്വീകരിച്ചുകൊണ്ടാണ് ബോധം കിടാതെ കുരിശിന്റെ ചുവട് വരെയും പോയത്. ഇതുപോലെ കർത്താവിനെ വളർത്തുന്നതിനിടയിൽ
നമ്മുടെ ഹൃദയത്തിൽ വാള് കുത്തിക്കയറ്റുന്ന പോലെ വേദനിപ്പിക്കുന്ന മേലധികാരികളും ജീവിത പങ്കാളികളും സഹോദരത്തിലും ഒക്കെ കാണും. ഇതിനുവേണ്ടിയാണ് എന്നെ ഈ വഴിയിൽ വിട്ടിരിക്കുന്നത്. ഇത് സഹിക്കാനാണ് എന്നെ ഇങ്ങോട്ട്. ദൈവമേ നിനക്ക് സ്തുതി, സഹിക്കാനുള്ള കൃപ തരണമേ. സഹിച്ചാൽ കൂടെ വാഴാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 തിമോത്തി 2 സഹിച്ച് കൂടെ വാഴാൻ കർത്താവ് തന്നവരെയൊക്കെ 2 കൈ നീട്ടി വാങ്ങിക്കാൻ, അവരുടെ കൂടെ സഹിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. വിശ്വാസമുള്ളവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ആ കൃപ സെന്റ് മേരീസ് ബാങ്കിൽ നിന്ന് ലോണായിട്ട് അനുവദിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞ വചനപ്രകാരം കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് നന്ദി പറയാം. കർത്താവ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് നമുക്ക് നാൾതോറും വായിക്കാനുള്ള കുരിശുണ്ടാക്കി തരുന്നവരെ നമുക്ക് തരുന്നത്. അത് കർത്താവിൻ്റെ ദാനമാണ്. അത് നന്ദിയോടെ നമ്മൾ സ്വീകരിച്ച് കുരിശെടുത്ത് കിരീടം പ്രാപിച്ച് കർത്താവിൻ്റെ കൂടെ വാഴുന്നവരാകാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ മൗനവ്രതം തുടരുകയാണ്. ഇവിടുത്തെ പരിപാടികൾ ദൈവസേനയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതാരെപ്പോഴെങ്ങനെ നടത്തണമെന്ന് കർത്താവ് തീരുമാനിക്കുന്നു. അവർ നടത്തട്ടെ എന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ മൗനവ്രതത്തിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവെലാണിത്. മൗനം നാളെ തുടരുകയാണ്. അതിനു മുമ്പായി ബാബാ തിരുമേനിയും മെത്രാപ്പൊലീത്ത തിരുമനസിനെയും ഇവിടെ അടുത്തുള്ള തിരുമേനിമാരെയൊക്കെ കണ്ട്, ആശ്രമത്തിൻ്റെ ഭരണാധികാരികളെ കണ്ട് അവരുടെ അനുവാദത്തോടെ ഞാൻ നീങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ ഒരു വ്രതം നിങ്ങൾ എടുക്കണം. ഭാര്യാഭർത്താക്കന്മാർ, മക്കൾ, സഭാംഗങ്ങൾ ഇവരെല്ലാം ശ്രേഷ്ഠ അധികാരങ്ങൾ കീഴടങ്ങണമെന്നുള്ള വചനമുണ്ട്. എവിടെയാണെന്നറിയാം? പത്രോസിൻ്റെ ലേഖനത്തിന് ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം. എത്ര വാക്യമെന്നറിയാം? അങ്ങനെ ഒരു വാക്യമുണ്ട്. ഒരു ഹോംവർക്ക് തന്നു വിടുക. പത്രോസിൻ്റെ ലേഖനം വായിച്ചു. ശ്രേഷ്ഠ അധികാരങ്ങൾ കീഴടങ്ങിയാലേ അഭിഷേകം ജ്വലിക്കുകയുള്ളൂ, കിട്ടുകയുള്ളൂ. അത് മൂർഖൻ്റെ സ്വഭാവമുള്ളവരാണെല്ലാം കീഴടങ്ങിക്കൊള്ളാൻ പറയും. മൂർഖൻ്റെ സ്വഭാവമുള്ള ഭർത്താവോ ഭാര്യയോ ആണെങ്കിലും ദൈവം വരെ എനിക്ക് തന്നതാണ്, ഞാൻ അവർക്ക് കീഴടങ്ങുമെന്ന് പറയാം. അപ്പോൾ മാത്രം കിട്ടുന്നൊരു അഭിഷേകമുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ കീഴടങ്ങേണ്ടത് കീഴടങ്ങി, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് വചനപ്രകാരം 1 പത്രോസ് 2:11 എന്നാ പറയുന്നത്? കർത്താവ് നിമിത്തം ആർക്കാ കീഴടങ്ങേണ്ടത്? നാടുവാഴികൾക്കും കീഴടങ്ങണം. മൂർഖന്മാർക്ക് കീഴടങ്ങണം. നമ്മളങ്ങനെ ഭോഷത്വം നിശബ്ദമാക്കിയോ? നമ്മളും ഭോഷരാകുമായിരുന്നോ? അപ്പോൾ അത് കുമ്പസാരിക്കണം. നിങ്ങളുടെ വികാരത്തിൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണേ കാര്യം. ആർക്കെല്ലാം കീഴടങ്ങാതിരുന്നു, എവിടെയെല്ലാം കുരിശുണ്ടാക്കി, എവിടെയെല്ലാം കുരിശ് ഇട്ടേച്ച് പോയി, കുരിശ് ഉപേക്ഷിച്ചു, അങ്ങനെ കർത്താവിനെ ദുഃഖിപ്പിച്ചു. ആ പ്രശ്നം തീർത്തിട്ടേ ഇനി ഇവിടുത്തെ ബാക്കികാര്യമുള്ളൂ. നിങ്ങൾക്ക് എന്നൊരു നിങ്ങളുടെ ഏത് പ്രശ്നമായാലും പരിഹരിക്കണം, ഇത് ആദ്യം അനുസരിക്കാം. മനസ്സിലായല്ലോ? പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ മൗനത്തിലോട്ട് കയറാൻ പോവാം. മൗനത്തിന് മുമ്പ് ശ്രേഷ്ഠാധികാരികളുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാനിവിടെ ഇനിയും വരുള്ളൂ. മനസ്സിലായോ? എന്നെ ശ്രേഷ്ഠാധികാരികൾ ഇവിടെ വന്ന് കുർബാനയെല്ലാം ധ്യാനം നടത്താൻ പറഞ്ഞാലേ ഞാൻ വരുമല്ലോ. ഞാൻ അവിടെ നിന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ പോകും. അതിനിടയ്ക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ വരും. വന്നില്ലേ നിങ്ങളിവിടെ വന്നിട്ട് കർത്താവ് ഞങ്ങളുടെ ആ കാര്യം നടത്താൻ ഈ സങ്കേതഭവനം ഒരു എക്യുമെനിക്കൽ ട്രസ്റ്റാണ്. ഞാൻ ഇവിടുത്തെ ആരുമില്ല. ഈ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയെ പോലെ വന്നിട്ട് പോവുക. ഇത് ട്രസ്റ്റാണ്, എക്യുമെനിക്കൽ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റുകാർ കാര്യം നടത്തിക്കോളും. ഏതെങ്കിലും അച്ഛന്മാരെ വരുത്തി, ഏതെങ്കിലും പ്രാസംഗങ്ങളെ വരുത്തി കാര്യം നടത്തിക്കോളും. ഞാനിവിടെ വരണമെങ്കിൽ എൻ്റെ ശ്രേഷ്ഠാധികാരികൾ എനിക്ക് അനുമതി തരണം. ഞാൻ കീഴടങ്ങിയിരിക്കുക. അതാണ് എന്നോട് കർത്താവ് ഇത്രയും ദിവസം മകനെടുത്തപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം. നീ അത് അനുസരിക്കേ. അത് കഴിഞ്ഞാൽ അനുസരണം ഇല്ലാതെ വന്നാൽ ഒരു ഗുണവുമില്ല. അപ്പോൾ നിങ്ങളുടെ പള്ളിയിൽ പോയി അച്ഛനിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കൂടി ചേർത്ത് വാങ്ങിക്കണം. നിങ്ങളുടെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും വീട് ഉദാശ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം. കഴിയുമെങ്കിൽ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്നത്. കുമ്പസാരിക്കാൻ അച്ഛന് സമയമില്ല, എവിടെയെങ്കിലും പൊക്കോട്ടെ എന്ന് ചോദിക്കണം. അവിടെ അനുഭവത്തോടെ വേണം പോകാൻ. മനസ്സിലായോ? നിങ്ങൾ അച്ഛനോട് പറയണം കുമ്പസാരിക്കാൻ. സമയമില്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് പോയി കുമ്പസാരിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അനുവാദം ഉണ്ടല്ലോ ഇവിടെ വരാം. എനിക്ക് അനുവാദം കിട്ടിയാലേ ഞാൻ ഇവിടെ വരികയും ഉള്ളൂ. അപ്പോൾ അത് കർത്താവിനോട് പറയണം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നവരെ ആദ്യമേ ചെയ്യേണ്ട പണി, കർത്താവെ നീ എനിക്ക് തന്ന കുരിശ് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഞാൻ ആ കുരിശിൽ എൻ്റെ പ്രാണനെ നിനക്ക് തന്നില്ല. എൻ്റെ സ്വയാശ്രയത്തിൽ എൻ്റെ പ്രാണൻ പാതാളത്തിൽ പോയി. ക്ഷമിക്കണം. പ്രായച്ചിത്തമായി ഞാൻ കുരിശ് മല കയറുകയാണെന്ന് പറയണം. താഴെ ഗേറ്റിങ്ങിൽ 2 കുരിശ്, അത് കഴിഞ്ഞാൽ ഒരു കുരിശ്, ഷെഡിന് മുമ്പിലൊരു കുരിശ്, കഴിഞ്ഞ് 13 കുരിശുകൾ ഇവിടെയുണ്ട്. അതൊന്നും മണ്ണാരം വെച്ചിട്ടിരിക്കുന്നില്ല. ശ്രദ്ധിച്ചും പൈസ പിരിക്കാനല്ല കേട്ടോ. ഇത് നേർച്ച വാങ്ങിപ്പിക്കാനും എല്ലാം നിങ്ങളുടെ കുരിശിൻ്റെ ഭാരം ഇറക്കി വെക്കാനാണ്. ദൈവം എന്നെ അനുവദിച്ചാൽ എന്നോട് വരുന്നത് നിങ്ങളുടെ കുരിശൊന്ന് താങ്ങി തരാൻ വേണ്ടി. കുരിശില്ലാതാക്കാനല്ല, കുരിശ് മാറ്റാനുമല്ല. മനസ്സിലായോ? സുരേനക്കാരെ ശീമോൻ കർത്താവിന് താങ്ങിക്കൊടുത്തു. അതിനും അത്രേ എനിക്ക് അനുവാദമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുകയോടാണ് നിങ്ങളുടെ കുരിശൊന്ന് താങ്ങി തരിക. പിന്നെയും കുരിശ് എടുത്തുകൊണ്ട് പോകാൻ മനസ്സുള്ള വന്നാൽ മതി. കുരിശ് ഇവിടെ ഏൽപ്പിച്ചേച്ച് പോകാനല്ല കേട്ടോ. ഇവിടെ താങ്ങാവുന്നതിനേക്കാൾ വലിയ കുരിശ്
ഉണ്ട്. എനിക്കാണ് 15 കുരിശുണ്ട്, അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് താങ്ങി തരുന്നത്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് കുരിശ് വേണം. ഈ കാര്യം നിങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഞാൻ മൗനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നിനി വേറൊന്നും പറയാനില്ല. നിങ്ങൾ ആഹാരം കഴിച്ച് കുരിശിൻ്റെ വീട്ടിൽ പോകാത്തവർ പോയിട്ട് കാര്യം പറഞ്ഞു വെച്ച് പോകും. അനുഗ്രഹം കിട്ടിയിരിക്കുമെന്ന കാര്യം ഉറപ്പിക്കുന്നു. ഈ സ്ഥാപനം നടക്കണമെങ്കിൽ കർത്താവ് നടത്തട്ടെ, എനിക്ക് വേണ്ട. കർത്താവിന് വേണമെങ്കിൽ നടത്തട്ടെ. ട്രസ്റ്റുകാരെ കൊണ്ട് നടത്തിക്കട്ടെ, ആരെ കൊണ്ടെങ്കിലും നടത്തിച്ചോട്ടെ. ഇവിടുത്തെ പരിപാടി ഒന്നും മുടങ്ങാതെ നടക്കും. ഞാനില്ലെങ്കിലും നടക്കും. അത് കാണിക്കണ്ടേ? ദൈവത്തിലാണ് ഒരു മനുഷ്യനെ നിങ്ങൾ ആശ്രയിക്കേണ്ട. ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ കാര്യം ആര് നടത്തും? 62 സങ്കീർത്തനം വായിച്ച് നോക്കുക. നമ്മളെ ചീന്തിക്കളയാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ വന്നാൽ പോലും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം അവരെ കൈകാര്യം ചെയ്ത് വന്നത്. 62 സങ്കീർത്തനം അത് രാവിലെ എനിക്ക് തന്ന സന്ദേശമാണ്. നിങ്ങൾ വായിച്ചു. അതിൽ പറയുന്ന വാക്തത്വം നിങ്ങളുടേതായി തീരും. അതനുസരിക്കുന്നവർക്കൊക്കെ അനുഗ്രഹം കിട്ടും. രാവിലെ തന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. തലവേദന എടുത്ത് വളഞ്ഞിരുന്ന ഒരാൾക്ക് വേണ്ടി ഇത് വായിച്ച് വായിച്ചപ്പോൾ തലവേദന മാറി. പരിശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ അഭിഷേകത്തിൻ്റെ അഭിഷേകം ജ്വലിപ്പിച്ചാൽ മതി. അതനുസരിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, അനുഗ്രഹം കിട്ടിയിരിക്കും. നിങ്ങൾക്കെല്ലാം അന്ന് തൊടിയിൽ കിട്ടിയില്ലേ? തൊട്ടില്ലേ എല്ലാവരെയും? മതിയല്ലോ, അത്രയും മതി. കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ബാക്കി കുരിശ് സഹിച്ച് കിരീടം വായിപ്പാൻ തീരുമാനിച്ചുകൊണ്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ അനുവാദം കിട്ടുകയാണ്, ശ്രേഷ്ഠാധികാരം കിട്ടുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് കുർബാനയ്ക്ക് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് കുർബാനയില്ലാൻ ആരും ഇല്ലെങ്കിൽ നിങ്ങളുടെ വികാരിയത്തിൻ്റെ അനുവാദത്തോടെ ഇവിടെ വരാവൂ. വന്നാൽ ഇവിടെ കുർബാനയില്ലെങ്കിൽ നിങ്ങൾ തന്നെ കുർബാനയാകണം. എങ്ങനെയാണ്? റോമർ 12 വായിച്ചുകൊണ്ട് കുരിശിൻ്റെ ഒട്ടിക്കിട്ട് പോയാൽ നിങ്ങൾ തന്നെയായിരിക്കും കുർബാന. ആകുന്നു. നിങ്ങൾക്ക് കുർബാനയാകാൻ സാധിക്കും. അതാ ഇന്നത്തെ കുർബാനയപ്പം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ഒട്ടിക്കിട്ട് പോയാൽ കുർബാനയുടെ അനുഗ്രഹം കിട്ടിയിരിക്കും. വ്യവസ്ഥ ഇതാണ്. അച്ഛൻ അനുവദിച്ചാലേ വരാവൂ. മനസ്സിലായോ? വന്നിട്ട് ഇവിടെ അച്ഛൻ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ യാചക പുരോഹിത പറഞ്ഞ് ജ്വലിപ്പിച്ച് ഇന്നത്തെ അപ്പം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തേക്കുക. അപ്പോൾ അനുഗ്രഹം കർത്താവിൻ്റെ ശരീരമായി പോകാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. കിട്ടിയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠ അധികാരങ്ങൾ കീഴടങ്ങി ഞങ്ങൾ ആരുടെ എല്ലാം കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്നുള്ള ബോധത്തിൽ ജീവിക്കാൻ സഹായിക്കണം. രോഗികളാകുമ്പോൾ ആശുപത്രിക്കാരെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ കേസ് വരുമ്പോൾ പോലീസുകാരെയും ജഡ്ജിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പല വിധത്തിൽ പലരുടെ കയ്യിൽ ഞങ്ങൾ അകപ്പെടാൻ നീ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. ആ സമയത്ത് ദൈവേഷ്ടപ്രകാരം സഹിച്ച് വഹിച്ച് കിരീടം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റാനായിട്ട് തന്നെ.